ധോണി ഗ്രാമത്തെ ആസ്വാദക മേഖലയിലേക്ക് ഉയർത്താനും ശ്രദ്ധയാകർഷിക്കാനുമായി ഡിസംബർ 26 മുതൽ 28 വരെ ധോണി വിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിക്കും. 3 ദിനങ്ങളിലായി നടക്കുന്ന ധോണി വിഡ്സ് ഫെസ്റ്റിൽ കേരളത്തിലെ കലയ്ക്കും കായികത്തിനും ഒരുപോലെ പ്രാധാന്യമുണ്ടെന്ന് സംഘാടകർ. പ്രകൃതിരമണീയമായ ധോണിയെ ജനശ്രദ്ധ ആകർഷിക്കുന്നതിനായാണ് ധോണി ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്നതെന്ന് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് മൃദുൽ കുഞ്ഞുമോൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മെന്റലിസം നമുക്ക് 3 ദിവസവും കണ്ടിന്യൂസ് ചെയ്യുന്നത്. അജ്മലാണ് ചെയ്യുന്നത്. അത്യാവശ്യം മെന്റലിസത്തിലും ഹൈപ്പറിലും അത്യാവശ്യം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു അജ്മലാണ്. ആ 3 ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് മെന്റലിസം നമുക്ക് കോളേജ് ചെയ്യുന്നത്. 3rd ഡേ വരുന്ന ഫസ്റ്റ് പ്രോഗ്രാം നമുക്ക് വരുന്ന തെയ്യമാണ്. കണ്ണൂരിൽ നിന്ന് കണ്ണൂരിൽ നിന്നാണ് ടീം വരുന്നത്. അത് ഏകദേശം 4 to 5 ആയിരിക്കും വരുന്ന തെയ്യം. അത് കഴിഞ്ഞ് വരുന്ന ഗരുഡം പറവയായിരിക്കും. നമുക്ക് കറന്റ് 3 ഗരുഡം പറവയും 15ഓളം മേളക്കാരുമുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ഗുരുകുലം സ്കൂളിലെ ഏകദേശം 5 ഇവന്റ്സ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വരുന്നത് കോൽക്കളിയുണ്ട്, ചവിട്ടുനാളമുണ്ട്, മംഗളം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമുണ്ട്. പിന്നെ പൂരക്കളി, പാലക്കാട് ട്രഡീഷണൽ ഒരു ഇവന്റാണ് പൂരക്കളി. അത് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. അന്ന് നമ്മൾ പാലക്കാട് ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഗാട്ടാ ഗുസ്തി ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഗാട്ടാ ഗുസ്തി ഏകദേശം 3 കാറ്റഗറി ആയിട്ടാണ് ചെയ്യുന്നത്. 2 കാറ്റഗറി ബോയ്സും 1 കാറ്റഗറി ഗേൾസുമാണ്. ധോണിയിലെ ക്ലബ്ബുകൾ, ജനകീയ കൂട്ടായ്മകൾ, ലീഡ് കോളേജ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി. പ്രഗത്ഭ ടീമുകൾ പങ്കെടുക്കുന്ന വടംവലി, കളരിപ്പയറ്റ്, കബഡി, മെന്റലിസം, ഗുസ്തി, തെയ്യം, പൂരംകളി, തിറ, ഗരുഡപ്പറവ തുടങ്ങിയവയും ഗുരുകുലം വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ കലാരൂപങ്ങളും അരങ്ങേറും. തദ്ദേശീയരുടെ കലാകായിക പ്രകടനങ്ങൾക്കും അവസരമുണ്ട്. ലീഡ് കോളേജിൽ നടക്കുന്ന ഫെസ്റ്റിൽ നിരവധി പ്രതിഭകൾ പങ്കെടുക്കുമെന്ന് മൃദുൽ കുഞ്ഞുമോൻ പറഞ്ഞു. ഡോക്ടർ ശ്യാംരാജ്, രാകേഷ് രവി, കൃഷ്ണപ്രിയ, ജയേഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.